വീട്ടിൽ അടുക്കള ആവശ്യമുള്ള എന്ത് വേണമെങ്കിലും വാങ്ങിച്ചോ, ഡാഡിയുടെ പൈസ വാങ്ങിച്ചോ. തിരുവനന്തപുരം ലുലു മാളിൽ 50% ഓഫർ ഉണ്ടെന്ന് കേട്ട് ഞാനും എന്റെ ഫാമിലിയും കൂടെ പോവുകയാണ്. പോയി അതിന്റെ മുകളിൽ നോക്കിയപ്പോ തന്നെ വലിയ തിരക്കില്ല. പക്ഷേ താഴെ ഇറങ്ങി നോക്കിയപ്പോ അത്യാവശ്യം നല്ല തിരക്കുണ്ട്. നടക്കാൻ പറ്റുന്നുണ്ട് കേട്ടോ. അത് കഴിഞ്ഞ് നേരെ ലുലു കണക്ട് കയറി. നമ്മളെപ്പോലുള്ള പാവങ്ങൾ ആഘോഷിക്കാണെന്ന് തോന്നുന്നു ഇതുപോലത്തെ ഒരു ടി വി വെച്ചിരിക്കണം. അതിന്റെ വിലയോ 1,99,900 രൂപ. ഇതിനങ്ങ് നോക്കം കൊണ്ടിട്ട് 4 ലക്ഷം ആയിക്കൂടെ. 4 ലക്ഷം രൂപയുടെ ടി വി മേടിക്കാൻ വന്ന ആൾക്കാരൊന്നും ഈ ക്യൂവിൽ നിൽക്കത്തില്ല. അതെനിക്ക് ഉറപ്പായി. അടുത്ത ലുലു ഫാഷനിലോട്ട് പോയി. അവിടെയും അത്യാവശ്യം തിരക്കുണ്ട്. ഹൈപ്പർ മാർക്കറ്റിന്റെ വെളിയിലും അതിന്റെ ഉള്ളിലും നല്ല തിരക്ക്. പാറ്റയെ കൊല്ലണ വിഷം വേണം, പാറ്റയെ കൊല്ലണം, മനുഷ്യനെ കൊല്ലണ വിഷം. ഇതൊക്കെ മേടിച്ച് തിന്നെയാണെങ്കിൽ പിന്നെ മനുഷ്യന്മാരുടെ കാര്യം പറയേണ്ട ആവശ്യമില്ല. രാവിലെ എണീറ്റ് നിങ്ങളെ ഭർത്താവിന്റെ വായിക്കാത്ത അടിച്ചു കൊടുത്താൽ വൺ എനർജി ആയിരിക്കും. തേങ്ങയുടെ മണം, തേങ്ങ മണം. ഒരു ഇതാണ് പുളിച്ച് തൈലം. ചോക്ലേറ്റ്സ്, ന്യൂട്രല്ല, പിന്നെ ഡേറ്റ്സ്, ഇതിനൊക്കെ അത്യാവശ്യം നല്ല വില കുറവുണ്ടായിരുന്നു കേട്ടോ. കൊതു അടിക്കണ കൊതുവിനെ കൊല്ലണ കൊതു അടിക്കണ ബാറ്റ് 585 രൂപ. അപ്പൊ ഇതും നമ്മളെ ബഡ്ജറ്റ് ജാപ്പകല്ല മമ്മൂട്ടിയെ കണ്ടുണ്ടാ. ജാപ്പകല്ല മമ്മൂട്ടി ഇതായിരിക്കും. വീട്ടിന്റെ നന്മ മരം. ാണ് ഇത്രയും അവിടെ ചെന്ന് കിടന്ന് പഞ്ചാബാണോ? സ്വർണത്തിന്റെ വില എത്ര? 450 രൂപ. 200 രൂപ കൊടുക്കണം. ആണെങ്കിൽ പാടി വരും. വെളിച്ചെണ്ണയൊക്കെ അത്യാവശ്യം നല്ല വില കുറവുണ്ട്. ഈ കാണുന്നതൊക്കെ സാധനം ബില്ലടിക്കാനുള്ള ക്യൂ ആണ് കേട്ടോ. ഇത് കാണുമ്പോ തന്നെ നിങ്ങൾക്കെല്ലാം മനസ്സിലാവുമല്ലോ. എന്ത് പറയണ്ട അവിടെ നിന്ന് വാങ്ങിച്ചാൽ മതിയായിരുന്നു. നമ്മള് പലവ്യഞ്ജന കടയിൽ, വീടിന്റെ അടുത്തുള്ള പലവ്യഞ്ജന കടയിൽ നിന്ന് മേടിച്ചിരുന്നെങ്കിൽ ഇതിനേക്കാളും ഒരു 10-50 രൂപ കൂടുതലാവുമായിരുന്നു. അങ്ങനെ ഗൈസ്, ലുലു മാളിൽ നിന്ന് നമ്മൾ എന്തിനായിരിക്കുകയാണല്ലേ വേണ പ്രമാദം. ഇത് ഒരുമാതിരി പൈസ കൊടുത്ത് കടിക്കണ പട്ടി മേടിച്ച അവസ്ഥയായി പോയി. അമ്പ് കയറ്റി. അപ്പൊ ഓക്കെ ബൈ.